ഇടതും വലതും ഒന്നാകുന്ന തെരഞ്ഞെടുപ്പ് പോര്. വാർത്തകൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത്, വസ്തുതാ പ്രധാനം എന്നതിനേക്കാൾ വീക്ഷണ പ്രധാനമാണ്. വസ്തുതയും വീക്ഷണവും കൂടിക്കലരുന്നു. വാർത്തയുടെ സ്ഥാനം ആഖ്യാനം, നാരറ്റീവ് കൈയടക്കുന്നു. ഇതിനൊരു ഉദാഹരണം പറയാം. മാർച്ച് അവസാന വാരം അസംസ്കൃത എണ്ണവില കൂടുന്നതിനിടെ യൂണിയൻ സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും തീരുവ കുറച്ചു. കയറ്റുമതി തീരുവ കൂട്ടി. ഇറക്കുമതി തീരുവ കുറഞ്ഞാൽ ആർക്കാണ് ലാഭം? അത് പറയുന്നിടത്താണ് വീക്ഷണം പ്രധാനമാകുന്നത്, കാഴ്ചപ്പാട് പ്രധാനമാകുന്നത്. മാതൃഭൂമി അധിക തീരുവ കുറച്ചു, പക്ഷേ പമ്പുകളിൽ വില കുറയില്ല. ഇവിടെ ഉപഭോക്താക്കളുടെ കണ്ണിലൂടെയാണ് സംഭവത്തെ നോക്കുന്നത്. തീരുവ കുറക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല, എണ്ണ കമ്പനികൾക്ക് വേണ്ടിയാണ്. അവയുടെ നഷ്ടം കുറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മൊത്തത്തിൽ എണ്ണ വിതരണ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ഇത്. ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഇടപെട്ട സർക്കാർ ജനങ്ങളെയല്ല കമ്പനികളെയാണ് പരിഗണിച്ചത് എന്നുകൂടി അർത്ഥമുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീക്ഷണം തന്നെ രണ്ട് തരത്തിൽ അവതരിപ്പിക്കാം. രൂപ കുറച്ചിട്ടും വില കുറച്ചില്ല എന്ന് വിമർശന രൂപത്തിൽ പറയാം. അല്ലെങ്കിൽ തീരുവ കുറച്ചുകൊണ്ട് വില വർധന ഒഴിവാക്കിയെന്ന് പ്രശംസാ രൂപത്തിലും പറയാം. തീരുവ കുറച്ചു, അതിനാൽ ഇന്ധനവില വർദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമാകും. അതൊന്നുകൂടി ബലത്തിൽ ജനപക്ഷം ചേർന്ന് പറഞ്ഞാൽ പൊള്ളില്ല ഇന്ധനം എന്നാകും. പെട്രോൾ ഡീസൽ വില കൂടില്ല. കേരള കൗമുദി കമ്പനികളുടെ പക്ഷം ചേർന്ന് അവയുടെ നഷ്ടക്കണക്ക് ആവർത്തിക്കുന്നുണ്ട്. കമ്പനികളുടെ കാഴ്ചപ്പാട് തന്നെ. തീരുവ കുറഞ്ഞിട്ടും പെട്രോൾ വില കുറഞ്ഞില്ല എന്ന വശമല്ല ഇവിടെ. കമ്പനികൾക്ക് ആശ്വാസമായില്ല എന്നാണ് പരിഭവം. വരുമാന നഷ്ടം, കമ്പനികൾക്ക് കനത്ത നഷ്ടം എന്നെല്ലാം. ദീപിക തീരുവ കുറച്ച് വില വർധന തടഞ്ഞു. ചന്ദ്രിക മറുപക്ഷം പറയുന്നു, നേട്ടം കമ്പനികൾക്ക്. ദേശാഭിമാനിയും പെട്രോൾ ഡീസൽ വില കുറയില്ല. വസ്തുതയും കണക്കുകളും മാത്രം അടങ്ങുന്ന ഒരു വാർത്ത തന്നെ വീക്ഷണകോണനുസരിച്ച് എങ്ങനെ വിപരീതാർത്ഥത്തിൽ അവതരിപ്പിക്കാം എന്നാണ് ഇവിടെ കണ്ടത്. സംസ്ഥാന തെരഞ്ഞെടുപ്പാകുമ്പോഴോ എല്ലാം വീക്ഷണ പ്രധാനമാകും. വിവിധ പത്രങ്ങളുടെ തലക്കെട്ടുകൾ അത് കാണിക്കുന്നു. പാർട്ടി മുഖപത്രങ്ങളിൽ അത് വ്യക്തമായിരിക്കും, മറ്റുള്ളവയിൽ ഇത്ര തന്നെ പ്രകടമാകില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പ് കവറേജിൽ സമീപകാലത്ത് കാണുന്ന ഒരു പ്രവണത, സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടരുന്ന നിസ്സാര കാര്യങ്ങൾ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവിഷയങ്ങൾ വരേണ്ടിടത്ത് ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ സീറ്റ് വേട്ടയും പിന്നെ വാഗ്പോരുകളും ആണ് തലക്കെട്ട് പിടിച്ചത്. അത് കഴിഞ്ഞ് പ്രകടന പത്രികകൾ എത്തി. മുൻപില്ലാത്ത വിധം സീറ്റിനായുള്ള പാർട്ടി മാറ്റം ഇത്തവണ കണ്ടു. കക്ഷി മാറി വന്നവരെ സ്വീകരിക്കാൻ മറുപക്ഷവും തയ്യാർ. കണ്ണൂരിൽ LDF പക്ഷത്തെ കലാപക്കനലുകൾ. CPIയിൽ നിന്ന് BJPയിലേക്ക് വരെ ചാട്ടം. കോൺഗ്രസിൽ K സുധാകരൻ MP-യും ഒന്ന് ഇടഞ്ഞെങ്കിലും പിന്നെ ഇണങ്ങി. വിമതർ ഇടതുപക്ഷത്ത് ഇത്തവണ വർദ്ധിച്ചു. മുസ്ലിം ലീഗിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി പിണങ്ങി, പിന്നെ മെരുങ്ങി. ചില പിണക്കങ്ങൾ വ്യക്തിവിരോധമായും അത് പിന്നെ വ്യക്തിഹത്യയായും മാറുന്നു. G സുധാകരൻ CPM വിട്ടത് നിസ്സാര കാര്യമല്ല. പാർട്ടി വിട്ട് എതിർചേരിയിൽ. അങ്ങനെ പിണറായി ചെറ്റപ്രയോഗം പുറത്തെടുക്കുന്നു. സമൂഹ മാധ്യമങ്ങളും പാരമ്പര്യ മാധ്യമങ്ങളും അത് നന്നായി തന്നെ ആഘോഷിക്കുന്നു. മുഖ്യമന്ത്രിക്കടക്കം നിലതെറ്റുന്നു. ജാതീയ അധിക്ഷേപം ഇടതു പാർട്ടിക്ക് പോലും സ്വീകാര്യമാണെന്ന് വരുന്നു. സാക്ഷര കേരളത്തിന് പുതിയ വാമൊഴി വഴക്കങ്ങൾ ഏറെയും ഇടതുപക്ഷത്ത് നിന്ന് കൈവന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ തോമസ് ഐസക്കിൻ്റെ കോമാളി പ്രയോഗം. വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപ വാക്ക് പറഞ്ഞ നേതാവിനെ മുസ്ലിം ലീഗിന് പുറത്താക്കേണ്ടി വന്നു. ഇതിനിടെ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയ വിഷയങ്ങൾ ധാരാളം. വിദ്വേഷ രാഷ്ട്രീയം ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. വ്യക്തിപൂജാ സംസ്കാരമെന്ന വലതുപക്ഷ മാതൃക ഇടതും ഏറ്റെടുത്തത്. പണാധിപത്യവും അഴിമതിയും സംബന്ധിച്ച ആരോപണങ്ങൾ. ചില വിഷയങ്ങൾ മറച്ചുപിടിക്കാൻ പാർട്ടികൾ എന്ന പോലെ പോലീസും ഇടപെട്ടതായുള്ള പരാതികൾ, വിമർശനങ്ങൾ. മാധ്യമ ജാഗ്രത ചില കാര്യങ്ങളിൽ ഫലം ചെയ്തു, നല്ലത്. എന്നാൽ പ്രചാരണം യഥാർത്ഥ വിഷയങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നത് ഇത്തവണയും കണ്ടു.
സമൂഹ മാധ്യമങ്ങൾക്ക് മാതൃകയാകേണ്ട പൊതുമാധ്യമങ്ങൾ പോലും അവയോട് മത്സരിക്കുന്ന പോലെ. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.